മാറ്റാവോ? എല്ലാരും ഒന്ന് കാണട്ടെ. ആ നമ്മുടെ ചേട്ടായിമാരെ ഏതാണ്ട് വലിച്ചോണ്ട് വരുന്നുണ്ട്. ഇതെന്താണ് സംഭവം? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ദോഹ ബീച്ചിലാണ് കേട്ടോ. ഭയങ്കര എക്കോ അല്ലേ? അപ്പൊ ഞങ്ങള് ഇന്ന് കുവൈറ്റ് മലയാളികൾ എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ദോഹ ബീച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഉല്ലാസയാത്രയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ദോഹ ബീച്ചിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മലയാളീസ് ഇന്ന് വരുന്നുണ്ട്. അപ്പം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നമ്മൾ ദോഹ ബീച്ച് ക്ലീൻ ചെയ്യുകയാണ്. ദോഹ ബീച്ച് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ബീച്ചല്ല. ഇത് കണ്ടില്ലേ, കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്ന ഒരു ബീച്ചാണ്. അപ്പം ദോഹ ബീച്ചിലെ കാഴ്ചകളും ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്തുള്ളത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലെന്നി. വെൽക്കം ടു LC ഡ്രീംസ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ നവാസിക്ക ഉണ്ട്. നവാസിക്ക നാട്ടിലെവിടെയാണ്? ഞാൻ കൊല്ലംകാരനായ നവാസിക്ക ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ ഞങ്ങൾ ആദ്യം ഞങ്ങൾ 7 മണിക്കാണ് ആൾക്കാരൊക്കെ എത്തുന്നത്. ഞങ്ങൾ നേരത്തെ ദോഹയിൽ എത്തിയതാണ്. ഇവിടെ മൊത്തം കപ്പലല്ലേ, എല്ലാം കേടാണ്. അതായത് പൊളിക്കാനായിട്ട് ഇട്ടേക്കുന്നതും എന്നാ പറയുന്നത്, പ്രവാസികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കാലം കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല. എന്തൊക്കെ കാര്യമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കപ്പലുകളുടെ കാര്യവും. അപ്പോൾ അതാണ് നമ്മുടെ മുമ്പിൽ മൊത്തം ശ്മശാനം പോലെ കപ്പലുകളാണ് നിറഞ്ഞു കിടക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു കപ്പലിൻ്റെ എഞ്ചിനൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാം. ഇതുണ്ടോ, ഇതൊക്കെ കപ്പലിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതുണ്ടോ, കപ്പലിൻ്റെ എൻജിൻ കണ്ടിട്ടുണ്ടോ? ഇതാണ് കപ്പലിൻ്റെ എൻജിൻ. ഇതൊക്കെ കപ്പലിൻ്റെ പാർട്സാണ് കേട്ടോ. ഇതൊക്കെ പൊളിച്ചിട്ടേക്കുവാണ്. നമ്മുടെ ഒരു ചെറിയൊരു സ്പാനർ കിട്ടുവാണെങ്കിൽ നമുക്കിപ്പോൾ റെഡിയാക്കാം. പക്ഷേ കുവൈറ്റിലെ ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പുള്ള ഒരു സംഘടനയാണ് കുവൈറ്റ് മലയാളികൾ. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഇത് കഴിഞ്ഞൊരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും വരുന്നവർക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം സൗജന്യമാണ്. അപ്പം നല്ലൊരു പ്രോഗ്രാം അല്ലേ? എല്ലാ വർഷവും ഒരാദരവ് അവർ ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യം. നമ്മൾ ദോഹ പോർട്ടിലെത്തുന്നു, അവിടെ ഒരു ദിവസം നമ്മൾ ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ ഒരു നല്ല കാര്യമായിട്ട് തോന്നി. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് പങ്കെടുക്കാമെന്ന് ഒരു എന്നാ പറയുന്നത്, നമ്മൾ അഡ്മിൻസിനോട് ചോദിച്ചപ്പോൾ അവർക്ക് സന്തോഷം. അങ്ങനെ നമ്മൾ എത്തിയതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഇന്നത്തെ പ്രോഗ്രാമും പരിപാടിയും എല്ലാം കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബീച്ചിലെത്തി. അപ്പോൾ കടൽ ഇറങ്ങി കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ വേലിയിറക്കം എന്നൊക്കെ പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ. അപ്പം ഈ സമയത്ത് ഇവിടെ വെള്ളം ഉണ്ടാകത്തില്ല. ഒരു വൈകുന്നേരം ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്ക് നമ്മളിവിടെ നിൽക്കുന്ന ഇവിടം വരെ വെള്ളം കാണും. അപ്പോൾ നമുക്ക് ഇറങ്ങി നടക്കാന്നൊക്കെ പറഞ്ഞാൽ അതിനില്ല, അത്ര നല്ല സുഖമുള്ള പരിപാടിയല്ല, ചള്ള വരും. അതുകൊണ്ടാണ്. അപ്പം അത് വിശാലമായൊരു കടൽ. ആ കടലിൻ്റെ അങ്ങേയറ്റത്ത് ഒരുപാട് കപ്പലുകൾ, ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് കപ്പലുകളാണ് അങ്ങ് ദൂരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേറെ ഒന്നുമില്ല ദോഹ ബീച്ചിൽ. അപ്പോൾ പ്രോഗ്രാം തുടങ്ങാറാകുന്നേ ഉള്ളൂ. 7:30 ആകുമ്പോഴേ ആൾക്കാർ വരത്തുള്ളൂ. ശേഷം ഞങ്ങൾ ഈ ബീച്ച് അടിച്ച് പൊളിച്ച് ക്ലീൻ ചെയ്ത് തിരിച്ചു പോകുന്നതായിരിക്കും. ഗ്ലൗസ് നമുക്കൊരു കവറൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ് അംഗം എന്നും പറയുന്ന നമ്മളെല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വന്ന എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പിറക്കാൻ വേണ്ടി പോവാ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പറ്റുന്ന സാധനങ്ങളൊക്കെ വലിച്ചു വെക്കിയാൽ മതി, വേറൊന്നും പൊക്കണ്ട അല്ലേ? പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ കപ്പലിൻ്റെ ഒരുപാട് പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതുകൊണ്ട് കാലിലും കയ്യിലും ഒന്നും കൊള്ളാതെ നോക്കണം എന്നൊക്കെ അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ബാച്ച് നേരത്തെ വന്നവർ ഞങ്ങൾ തുടങ്ങുവാണ്. അപ്പോൾ പുറകെ 2-3 ബസ് അവിടുന്ന് കുവൈറ്റിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അല്ലേ മുരളിച്ചേട്ടാ? അപ്പോൾ ഇത് മുരളിച്ചേട്ടനാണ്. നാട്ടിലെവിടെയാണ്? കോഴിക്കോടുകാരൻ മുരളിച്ചേട്ടനും എല്ലാവരും ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കിട്ടുന്ന ചാപ്പെല്ലാം അങ്ങോട്ട് പുറക്കട്ടെ. അതാണ്ട് ഇവിടെ ക്യാമ്പിങ്, കാരവാൻ പാർക്കിങ്, അങ്ങനത്തെ ബാർബിക്യൂ മേക്കിംഗ് ഒന്നും പറ്റത്തില്ല കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങ് ദൂരെ നമ്മൾ 2-3 കാരവാനൊക്കെ കാണുന്നുണ്ട്. അത് ഇവിടെയല്ല, ഓപ്പോസിറ്റാണ് കേട്ടോ. ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ്. അടിപൊളി, കൺഗ്രാജുലേഷൻ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ചേട്ടാ പേരൊന്ന് പറഞ്ഞേ. ഗൗതം. ചേട്ടാ പേരൊന്ന് പറഞ്ഞോ. സിബി. നാട്ടിലോ? ഇടുക്കി, വാഗമൺ. അപ്പം വാഗമൺ സ്വദേശി നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉണ്ട്.
പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. അതായത് ആൾക്കാർ ഉപയോഗിച്ചിട്ട് പോകുന്ന കുപ്പികൾ, സ്ട്രോ, അതുപോലത്തെ സാധനങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കടൽ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ വേണ്ട ബീച്ചിൽ ഇറങ്ങിയിട്ട് നമ്മൾ ആൾക്കാർ പിറക്കും കേട്ടോ സാധനങ്ങൾ. ഒരുപാട് ആൾക്കാർ എത്താത്തൊരു ബീച്ചാണ് ദോഹ ബീച്ച്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സൗന്ദര്യമോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിനൊരു വേറൊരു മുഖമാണ്. മലപ്പുറം ബാബുചേട്ടനാണ് ഇവിടെ നിൽക്കുന്നത്. കാട്ടുണ്ടോ പൊക്കിയെടുക്കുവാണ് ഓരോ സാധനങ്ങൾ അല്ലേ? ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ദർശൻ ചേട്ടനാണ്. അപ്പം എല്ലാ വെള്ളിയാണ് ഇത് കണ്ടിന്യൂസ് 93 അതായത് 93 വെള്ളിയാഴ്ചയായിട്ട് ഇവിടുത്തെ ബീച്ച് ക്ലീനിങ്ങും കാര്യങ്ങളുമാണ്. ഇവരൊരു ടീമാണ്, കുവൈറ്റ് എക്കോ വാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവരെല്ലാ ഫ്രൈഡേസും ഇതുപോലെ തന്നെ രാവിലെ വന്ന് ഏറ്റവും ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള, അതായത് ആൾക്കാർ ഒരുപാട് പോയിട്ട് വേസ്റ്റ് ആക്കുന്ന സ്ഥലങ്ങൾ, മെയിൻ ബീച്ചസൊക്കെ നമുക്ക് കുവൈറ്റ് ഗവൺമെൻറ് ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഇവർ പോയി എല്ലാം ഒരു ഫ്രീ ആയിട്ട് എല്ലാ ഫ്രൈഡേസും ഇവർ പോയി ക്ലീൻ ചെയ്യുന്നുണ്ട്. അതും ഒരു നല്ല കാര്യമാണ്. ഐ എം സോ പ്രൗഡ് ടു മീറ്റ് യു സർ. ഓക്കെ സർ. പേരെന്ന് പറഞ്ഞേട്ടാ? പേര് നിബിൻ. തൃശ്ശൂർ. നിബിൻ. ഒരു ചാക്ക് പറക്കിയോ? 2 ചാക്ക് കൊണ്ടുവച്ചത് രണ്ടാമത്തെ. പേര് കേട്ടാ? തമ്പി. തിരുവനന്തപുരം. പേരെന്ന് പറഞ്ഞ ചേച്ചി? റാണി. നാട്ടിലോ? നാട്ടിൽ പത്തനംതിട്ട. ചേച്ചി? ഇടുക്കി. വേർത്ത് പോയല്ലോ. ഓക്കെ, നടക്കട്ടെ ചേച്ചി. ചേട്ടാ പേര് പറഞ്ഞേ? ബൈജു. നാട്ടിലോ? കൊല്ലം. ഒരു ചാക്ക് കിട്ടിയല്ലോ. രണ്ടാമത്തെ ചാക്ക് പിറക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പൊ ഇന്നൊരു അവധിയായിട്ട് ഇറങ്ങിയതാണ്. ഒരു സന്തോഷം. അതാണ്. 3-4 ബ്രോസിനെ കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ ചേട്ടാ പേര് പറഞ്ഞേ? ആബിദ്. നാട്ടില്? മൈസൂർ. അടിപൊളി. പാലക്കാട്. കിട്ടിയ സാധനം ഇത്ര കിട്ടിയുള്ളോ? ആണോ? പേര് പറഞ്ഞേട്ടാ? എവിടെയാണ്? മലപ്പുറം. ഓക്കെ. കോട്ടയം. വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇത് വെള്ളമല്ലേ? വെള്ളമായിട്ട് നമ്മുടെ ചേട്ടായി പോകുന്ന. ചേട്ടായി പേരെന്ന് പറഞ്ഞിട്ട് പോരെ? രാജേഷ്. നാട്ടില്? തൃശ്ശൂര്. അടിപൊളി. ഹായ്. നമ്മുടെ ചേട്ടായിമാരെ ഏതാണ്ട് വലിച്ചോണ്ട് വരുന്നുണ്ട്. ഇതെന്താണ് സംഭവം? ഗുഡ് മോർണിംഗ്. I love India. Wow. I love Doha beach. Wow. Okay. ചേട്ടാ പേരെന്താ? ലെന്നി. അതാ കൃഷ്ണ സുരേഷ് പാണ്ഡ്യൻ. ഓക്കെ അണ്ണാ, ரொம்ப താങ്ക്സ്. അപ്പോൾ നമ്മുടെ എക്കോ വാരി ചേട്ടനാണ്. ദോഹ ബീച്ച് ക്ലീനിങ്. മിനിസ്ട്രി ഓഫ് ഹെൽത്തിലെ ഡോക്ടറാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഡോക്ടറുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ. മറ്റേ നമ്മളൊരു മുമ്പേ ഒരു ചേട്ടനെ പരിചയപ്പെട്ടത്. പുള്ളി 93 കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രൈഡേസിൽ ഓരോ ബീച്ചിൽ പോയി ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര അപ്രിഷ്യേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സമ്മതിക്കണമല്ലേ? എല്ലാ വെള്ളിയാഴ്ച എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് വന്ന് ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മനസ്സാണ്. അടിപൊളി. നമ്മൾ വന്ന കോലമല്ല കേട്ടോ, ആൾക്കാർ പിറക്കിയിട്ട് ഇപ്പോൾ ഇവിടെ മൊത്തം പ്ലാസ്റ്റിക് എല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് വെള്ളമുള്ള സമയത്താണെങ്കിലും ദോഹ ബീച്ചിൽ വരുന്നവർ സൂക്ഷിക്കുക. മൊത്തം കുപ്പിച്ചില്ല കേട്ടോ, കുട്ടികളായിട്ട് വരുന്നവർ സൂക്ഷിക്കുക. പിറക്കി ക്ഷീണിച്ചവരെ നിങ്ങൾ കണ്ടിട്ടില്ല, കണ്ടോ? അതേണ്ട പിറക്കാന്നുണ്ടോ? എന്നാ പിറക്കാത്ത എന്താ മോൻ്റെ പേര്? അമ്പാടി. ഓക്കെ. എല്ലാവരും ഏതായാലും ഒരു ടൂറല്ലേ? ടൂറും പിറക്കലും പരിപാടി. ഹായ്, പേര് പറഞ്ഞേട്ടാ? സോജൻ. നാട്ടില് വൈക്കം. ചേട്ടാ? വയനാട്. ഒന്ന് പറഞ്ഞേ. കോഴിക്കോട്. ചേച്ചി? കോഴിക്കോട്. ഓക്കെ. മടുത്താ? അവിടെ അടയാളം. മോളൂസേ പിറക്കുവാണോ? ഹായ്. എന്താ മാട്ടൻ ചേട്ടനൊക്കെ വേണ്ട ഒരു ചാക്ക് സാധനമായിട്ടാണ് നിൽക്കുന്നത്. ഇത് കുഴിക്കാതെ കിണർ കുത്തവര്. ഹായ്. നെയിം പ്ലീസ്? എൻ്റെ പേര് മഹിത്. നാട്ടിലെവിടെയാണ്? കായംകുളം. ആലപ്പുഴ. ഓക്കെ, കണ്ടിന്യൂ. വേണ്ട എടുത്താ പോക്കാത്തൊരു സാധനമൊക്കെ ആയിട്ട് 2 മലയാളി ചേട്ടന്മാർ നിൽക്കുന്നുണ്ട്. ഇതെന്താണ് പേരൊന്ന് പറഞ്ഞേട്ടാ? മാസ്ക് മാറ്റിയിട്ട്. റഹീം. നാട്ടിലാ? ഒറ്റക്കാലം. പാലക്കാട്. ചേട്ടാ? കണ്ണൂരാ? അപ്പൊ കണ്ണൂരുകാർക്ക് പൊക്കാൻ പറ്റാത്ത സാധനമൊന്നും ഇല്ലല്ലോ, പൊക്കിക്കോ. എൻ്റെ അമ്മോ. You are from, sir? We are from Benedilgar. Okay. And we're basically doing it for our daughter. She works in, she studies in New English School.
Okay. So as part of her curriculum, she has to do beach cleaning for 26 hours. Wow. So we do, every week we do an hour for next 26 weeks. We're gonna 26. continue. Yeah, that's We're a... gonna continue. So we are aligned to Eco Warriors. So Okay. for the last 3-4 weeks we've been doing with them. Wow. Hi, ma'am. How are you, ma'am? She is the one who's making us. You are supporting your daughter? Yes. That's a great news. We are supposed What's your name, ma'am? to. Shreya. Okay. This is a part of your this hobby or what? Yeah, I like the beach a lot. ഓക്കെ. ഒട്ടും ആളില്ലാത്ത അതിസുന്ദരമായൊരു ബീച്ചാണ്. പക്ഷേ ആൾക്കാർ ഒരുപാട് വരാത്തതുകൊണ്ട് ഇവിടെ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അത് സിറ്റിയിൽ നിന്നൊക്കെ ഇവിടെ വരണമെങ്കിൽ വേറെ ബസ് സംവിധാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നില്ല. വണ്ടി സൗകര്യമുള്ളവർ മാത്രമേ വരുന്നുള്ളൂ. വന്നാലും പെട്ടെന്ന് തിരിച്ചു പോകും. പക്ഷേ ഈ സമയത്ത് രാവിലെ ഒന്നും വെള്ളമില്ല, ഇങ്ങനെ കയറി കിടക്കുന്ന, അതായത് കടലിറങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഈവനിങ് അങ്ങനെ രസമായിരിക്കും. വന്നാലും ഇങ്ങനെ അങ്ങ് ദൂരെ കപ്പലുകളും അങ്ങ് ദൂരെ ഒരു മണൽത്തട്ടയൊക്കെ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം കുഴപ്പമില്ല. ജസ്റ്റ് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ദോഹയിൽ വരുവാണെങ്കിൽ നല്ലതാണ്. അപ്പം നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെട്ടു കേട്ടോ. ക്ലീൻ ചെയ്യുന്നവരും പ്രായമുള്ളവരും ഒക്കെ ഉണ്ട്, പ്രായമുള്ളവരും കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച കുവൈറ്റ് മലയാളികൾക്ക് എന്നാ പറയുന്നത്, ഹാറ്റ്സ് ഓഫ് ആണ്. കാരണം ഇത്രയും പേരെ ഒരുമിച്ച് കൂട്ടി ബസ് സൗകര്യവും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഇവിടെ എത്തിക്കാൻ പറ്റിയതുണ്ടല്ലോ, സൂപ്പർ സംഭവമാണ്. ഒരു വെള്ളിയാഴ്ചയായിട്ട് കിടന്നിറങ്ങാതെ തിരിച്ച് നമ്മുടെ ഈ പ്രോഗ്രാമിന് വന്നവരാണ്. വോളണ്ടിയേഴ്സ് കാര്യങ്ങൾ അവരുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വെള്ളമൊക്കെ എത്തിക്കുന്നുണ്ട്. അടിപൊളി. ആ കൊച്ചു കുട്ടികൾ വരെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. മോൻ്റെ പേര് പറഞ്ഞാൽ മോനെ? ഇഷാന്ത് ഗുണശേഖരൻ. ഓക്കെ, ഗുഡ് ജോബ് മോ. മോൻ്റെ പേരാ? സോളി വിശാൽ. കൊള്ളാം മോനെ. നമസ്കാരം. എന്നാണ്ട്? നല്ല വിശേഷം. ഏതായാലും നിങ്ങളുടെ ഇവിടെ കണ്ട് നേരിട്ട് കാണാൻ പറ്റിയതിലും സന്തോഷം. ആ നമുക്കും ഭയങ്കര സന്തോഷം. ഓക്കെ. അപ്പോൾ ഒരു രണ്ടുപേരൂടെ എത്ര നേർച്ചോ? അത് ഞങ്ങൾ ഓൾറെഡി ലോഡ് ചെയ്തു. രണ്ടെണ്ണം ലോഡ് ചെയ്തു. ഒക്കെ മാസ്ക് മാറ്റുമെങ്കിൽ മുഖം കാണാം. ഓക്കെ. ഏതായാലും നമുക്ക് സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ. ഒത്തിരി സന്തോഷം. ഏതായാലും നിങ്ങൾ ചാനൽ വിജയിക്കട്ടെ, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. അത്രേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ ചേച്ചി. ആ അത് തന്നെ. ഹായ് മനു. ഇവിടെ പേര് പറഞ്ഞടാ. എന്താണ്? മിടുക്കൻ. മോൻ്റെ? ദിൽബർ നിസാം. ഓക്കെ. പെറക്കിയാ? നിങ്ങൾ പെറക്കിയാ? ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് ഒരു വെള്ളിയാഴ്ച ആയിട്ട് അല്ലേ? ഒരു സുഖം. അത് തന്നെ. മക്കളൊക്കെ ഹാപ്പി അല്ലേടാ? എന്താ പിള്ളേരെ മൊത്തം സന്തോഷം കണ്ടില്ലേ? എല്ലാരും അടിച്ചു പൊളിയാണ്. അതാണ് നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരുടെ കൂടി പിറക്കിയതാണ്. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ഒരു അവധി ദിവസമായിട്ടാ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം കൂടെ വന്നതാണ്. അപ്പൊ ചേട്ടാ അത് പേര് പറഞ്ഞേ? എന്റെ പേര് ബൈജു. ബൈജു. നാട്ടിലെവിടെ ചേട്ടാ? കൊല്ലം. ചേച്ചി? റാണി. ആ, പത്തനംതിട്ട. ഇടുക്കി. ആ മാസ്ക് മാറ്റാവോ? എല്ലാരും ഒന്ന് കാണട്ടെ. ആ പറഞ്ഞേ. എവിടെ? നാട്ടില്? ശാന്തിഗിരി. ചേച്ചി ഒന്ന്? അടൂര്. പേര്? ആ, നാട്ടിൽ പാലക്കാട്. ചേച്ചി എവിടെയാണ്? ആ, പാലക്കാട് ഒത്തിരി പേരുണ്ടല്ലോ. എന്റെ പേര് ഗിരിജ വിജയൻ എന്നാണ്. ഞാൻ പ്രയാണം കുവൈറ്റ് ഇന്ത്യൻ അസോസിയേഷനെ പ്രതിനിധിയായിട്ട് ഞങ്ങൾ 12 പേരെ ഇതിനകത്ത് പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. ഒരു ഭയങ്കര സന്തോഷം കേട്ടോ നിങ്ങൾ വന്ന എല്ലാരും വന്ന് പങ്കെടുത്ത് കണ്ടപ്പോ. ആശംസകൾ നേരുകയാണ് എല്ലാവർക്കും ഗാന്ധി ജയന്തിയുടെ ആശംസകൾ. സത്യമായിട്ടും എല്ലാവർക്കും ഗാന്ധി ജയന്തിയുടെ ആശംസകൾ നേരുന്നു. ഓക്കെ. പത്തനംതിട്ട ശബരിമല അടുത്ത് ലാഹ എന്ന് പറയും എന്റെ വീട്. ആയിക്കോട്ടെ. ചേച്ചി പേര് കൂടെ പറഞ്ഞ ചേച്ചി? അംബിക. സോഫി മോനു. ഓക്കെ. ട്രിവാൻഡ്രം. ഓക്കെ. അടുത്ത ആൾക്കാർ വന്നിട്ടുണ്ട്. ചേട്ടാ പേര് പറഞ്ഞേട്ടാ? പേര് ഫ്രാങ്ക്ലിൻ. ഓക്കെ. എറണാകുളം. ആ ചേച്ചി? നാട്ടിലാ? എറണാകുളം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഗാന്ധി ജയന്തിയുടെ ആശംസകൾ. രണ്ട് ചേട്ടായിമാർ ഇവിടെ നിന്ന് പിറക്കുന്നുണ്ടല്ലോ. ചേട്ടായി പേര് പറഞ്ഞേ? ഹായ്. എവിടുന്ന്? വേർ യു ഫ്രം? മംഗഫ്. നാട്ടില് എറണാകുളം. ഓക്കെ. അടിപൊളിയാണല്ലോ. സാറേ പറ. ധനീഷ്. നാട്ടില്? കണ്ണൂർ. സംഭവം അടിപൊളിയല്ലേ? എല്ലാം ഒരുപാട് പ്രായമുള്ളവരും കൊച്ചു പിള്ളേരും എല്ലാരും ഉണ്ട്. ഒരു സന്തോഷത്തോടെ എല്ലാരും ചെയ്യുന്നു. ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. അത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. ഓക്കെ. അപ്പൊ ചേട്ടാ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ. അപ്പൊ എല്ലാരും നേടാ കപ്പലെ കയറാൻ വേണ്ടി പോകട്ടോ. അവിടെ പൊളിഞ്ഞ കപ്പലുണ്ട്.
ആ കപ്പലിലേക്കാണ് എല്ലാവരും പോകുന്നത്. അവിടെ കയറി എല്ലാവരും ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെയാണ്. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടേക്കാം. Where are you from all? Andhra? From Andhra, yes. Okay. From Hyderabad. Hyderabad. Siram, say. Vaunara? Happy garu? Okay. I love you, India. Okay, baby. Thank you. Nice to meet you all. Kerala. കൂട്ടുകാരെ വേണ്ട വെറും 2 മണിക്കൂർ കൊണ്ട് കുവൈറ്റ് മലയാളികൾ ഗ്രൂപ്പും അതുപോലെ തന്നെ കുവൈറ്റിലെ എക്കോ വാരിയർസൂടെ ചേർന്ന് ദോഹ ബീച്ചിൽ നിന്ന് കളക്ട് ചെയ്ത വേസ്റ്റാണ് തന്നെ ഇത് മൊത്തം കേട്ടോ. എൻ്റെ അമ്മോ സമ്മതിക്കണം. ഏതായാലും ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റിയതിൻ്റെ സന്തോഷവും ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയ സന്തോഷവും എല്ലാം നമുക്കുണ്ട്. ഏതായാലും ഈ ഗ്രൂപ്പുകൾക്കെല്ലാം അഭിനന്ദനം. ഓക്കെ, കമൻറ്റ് ഇട്ടായിരുന്നു. അടിപൊളി. നമുക്ക് സന്തോഷം. ഹായ്, പേര് ചേട്ടാ? ജംഷാദ്. നാട്ടിലാ? മലപ്പുറം. ആ മുത്ത് ഇത് എവിടെയാണ്? ഇത് മറ്റേ ഞങ്ങൾ അവിടെ പോയപ്പോൾ അല്ല എംബസി പോയപ്പോൾ കണ്ട ചേട്ടായാണ്. ഏട്ടാ പേര് പറഞ്ഞ ചേട്ടാ? എൻ്റെ പേര് നസീർ. നാട്ടിലെ? ആലുവ. ആ, കണ്ണൂരുകാർ പാലക്കാടുകാർ ഒരുപാട് പേര് കണ്ടല്ലോ. പത്തനംതിട്ട. ആയിക്കോട്ടെ, നമ്മൾ പിറക്കിയ സാധനങ്ങളാ ഇതൊക്കെ അല്ലേ? എൻ്റെ അമ്മോ, ഞാനും പിറക്കിയ ചേട്ടാ. ആദ്യം ഞാൻ വന്ന് പിറക്കിയിട്ടാ ഈ പരിപാടിക്ക് ഇറങ്ങി. ചേട്ടാ പേര് പറഞ്ഞ ചേട്ടാ? ബാബു. നാട്ടില്? മലപ്പുറം. അടിപൊളി. ചേട്ടാ പേരെങ്ങനെ ചേട്ടാ? കായംകുളം. ചേട്ടാ പേര്? ഓക്കെ, ഹരിപ്പാട്. ഒരാള് ന്യൂ ജനറേഷൻ ആയിട്ട് നിൽക്കുന്നു. പറയൂ, പേര് പറഞ്ഞു. നദീം. എവിടെയാണ് നാട്ടില്? കോഴിക്കോട്. ഹായ്, പേര് പറഞ്ഞ ചേട്ടാ? ഷമീർ. നാട്ടില്? കോഴിക്കോട് അടിവാരം. ബേസിക്കലി നമ്മളുടെ പിള്ളേർക്കും കൂടെ കുഞ്ഞുങ്ങൾക്കും ഒരു നല്ല ഒരു മെസ്സേജാണ് നമ്മൾ കൊടുക്കുന്നത്. ബേസിക്കലി പരിസ്ഥിതി സംരക്ഷണം, അത് ചെറിയ ഉദ്യമം, അതിനെ ഒന്ന് തടയാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം, അതിൽ ഭാഗവാക്കായ എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. സോ വിൽ ഗിവ് ourselves a big round of applause. ഹലോ, അടിപൊളി. ഹായ്. ആ ഫ്രണ്ട്സ്, ഒക്കെ തന്നെ നമ്മള് അത്യാവശ്യം ദോഹ ബീച്ച് നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തു. നമ്മള് ശേഖരിച്ച വേസ്റ്റ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം എന്നാ പറയാ, ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അപ്പം നമ്മള് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ പോവാണ്. അപ്പം കുവൈറ്റിലെ ഒരു നല്ല അതിസുന്ദരമായ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ പറ്റിയ സന്തോഷത്തോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പം കുവൈറ്റി മലയാളികൾ ഗ്രൂപ്പിന് പ്രത്യേക അഭിനന്ദനങ്ങളും കാര്യങ്ങളും നമ്മൾ പറയുന്നു. വീണ്ടും ഇതുപോലത്തെ കുഞ്ഞു കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.